ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കപ്പ് അരിപ്പൊടിയും ക്യാരറ്റൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്നാക്സ് തയ്യാറാക്കട്ടെ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കല്ലേ, വീഡിയോയിലേക്ക് പോട്ടെ. അപ്പോൾ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു വിട്ടാ. 250 ml 2 കപ്പ് വെള്ളമാണ് ആ കപ്പിൽ കൊള്ളുക. അതിലേക്ക് പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ചേർത്തു, 1 ടീസ്പൂൺ നെയ്യ് ചേർത്തു, പിന്നെ ഒരു 6 വറ്റമുളക് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. കുറച്ച് കറിവേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് സബോള ചെറുതാക്കി അരിഞ്ഞത്, ഒരു ക്യാരറ്റ്, വലിയൊരു ക്യാരറ്റാണ് കേട്ടോ, അത് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊടുത്തു. സബോള, ക്യാരറ്റ് എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമ്മുടെ ഒരു കപ്പ് അരിപ്പൊടിയായിട്ട് അതിൽ ചേർക്കണത്. 250 ml ഒരു കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 250 ml 2 കപ്പ് വെള്ളമാണ് നമ്മളിതിൽ ഒഴിച്ചിട്ടുള്ളത്. 2 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് ശരിയാക്കണം. ഇനി നന്നായി മിക്സാക്കി ഇളക്കി. അപ്പോൾ പൊടി ഒന്ന് വാടി കിട്ടും വേണം കേട്ടോ. അത് നന്നായി അപ്പോൾ വെള്ളമൊക്കെ വറ്റി വരും. നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. അത് പൊടി ചേർക്കണത് ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയിലല്ലോ, വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. അല്ല, അവിടെ ഇളക്കി അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട കുത്തി കിടക്കണ പൊടിയൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്ത് കൂട്ടി ഇളക്കണം കേട്ടോ നന്നായി. ഇപ്പോൾ പൊടിയും അതിലിട്ട ക്യാരറ്റും എല്ലാം കൂടി നന്നായി മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് അടപ്പത്തുനിന്ന് മാറ്റിയിട്ട് പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കുക കേട്ടോ. പ്ലേറ്റിലിട്ട് കൊടുത്തു കേട്ടോ. ഇനി അത് നന്നായി ഒന്ന് പരത്തി വെച്ചിട്ട് ഒന്ന് ആറട്ടെ. ഒരു 10 മിനിറ്റോളം ഒന്ന് ആറാൻ വയ്ക്കുക. കണ്ട, നന്നായി പരത്തി വയ്ക്കുക കേട്ടോ. കയ്യോ തൊടാൻ പറ്റില്ല, ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഒന്ന് ആറട്ടെ. അപ്പോൾ കുറേ 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ കയ്യിലേക്ക് ഇത്തിരി എണ്ണ ആക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് നന്നായി കുഴച്ചെടുക്കട്ടെ. മാവ് എല്ലാം കൂടി മിക്സായി കിട്ടാൻ വേണ്ടി നന്നായി കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്പി നന്നായി കുഴയ്ക്കുക കേട്ടോ. നന്നായി അമർത്തി കുഴച്ച് ഉരുട്ടിയെടുക്കണം കേട്ടോ നന്നായി. അപ്പോൾ നന്നായി മിക്സാവും എല്ലാം കൂടിയിട്ട്. ഇത് കണ്ട, അപ്പോൾ ഒരു വിധം കുഴച്ച് നല്ല ഉരുട്ടിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഒരു പലക എടുത്തിട്ട് ആ പലയാമ വെച്ചിട്ട് ഇതിൻ്റെ പകുതി മാവ് ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. ആദ്യം പലക എടുത്തിട്ട് പലയാമ എണ്ണ പുരട്ടണം കേട്ടോ, ഒട്ടി പിടിക്കാതിരിക്കാൻ. അതിന് ശേഷം ആ കുഴച്ച് വെച്ച മാവിൽ നിന്ന് പകുതി മാവ് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അത് നന്നായി ഒന്ന് ഉരുട്ടിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ പരത്തി കൊടുക്കുക കേട്ടോ. നന്നായി കോല് വേണമെന്നൊന്നുമില്ല, കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായി ഇങ്ങനെ പരത്തിയെടുക്കുക. അപ്പോൾ ഒരു മീഡിയം കനത്തിൽ പരത്തണം കേട്ടോ. അധികം വല്ലാണ്ട് കനം കുറച്ച് പരത്തരുത്. എന്നിട്ട് ഞാൻ പരത്തിയതിന് ശേഷം ഒരു കുപ്പിയിലെ മൂടിയിട്ടുണ്ടായിരുന്നു. ആ മൂടി കൊണ്ട് ഇങ്ങനെ അമർത്തി റൗണ്ട് ചെയ്ത് എടുക്കണം കേട്ടോ. ഓരോന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ റൗണ്ടിൽ നന്നായി കറക്റ്റായി കിട്ടും. അപ്പോൾ നമുക്കത് ഈ പരത്തിയൊന്ന് 3 എണ്ണം കിട്ടും കേട്ടോ. ആ 3 എണ്ണം ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. കണ്ട, കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക്. കൈ കൊണ്ടാക്കണേക്കാളും നല്ലതല്ല. അത്യാവശ്യം അതൊരു മീഡിയം കനത്തിലിട്ടാ. ആ കാണുന്ന കനത്തിലാണ് ഞാൻ എടുക്കണത്. അപ്പോൾ 3 എണ്ണം കിട്ടിയിട്ട് അതിൽ നിന്ന് തന്നെ ഒരെണ്ണത്തിൽ നിന്ന്. അപ്പോൾ ഇനി അത് അരികൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് നമുക്ക് ഇതങ്ങോട്ട് എടുത്ത് മാറ്റാം കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ട് അത് ഒന്നിങ്ങനെ കുറേശ്ശെ എണ്ണ. ഇനി ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ദോശക്കല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഇങ്ങനെ അടിയിൽ മാത്രം ആക്കിയിട്ട് നമുക്കൊന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം പോലെ ആക്കാട്ടെ. എണ്ണയിലിട്ട് മുക്കിയെടുക്കണം എന്നൊന്നുമില്ല. എണ്ണയിൽ മുക്കിയെടുക്കണവർക്ക് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ അങ്ങനെ കുറച്ച് അടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതേ കണ്ട 3 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു. നോക്കി പ്ലേറ്റിൽ ഇത് എടുത്ത് വെച്ചിടണുണ്ട്. നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ 3 എണ്ണം. ബാക്കിയുള്ള മാവൊക്കെ ഞാൻ ഇതുപോലെ ഇത് കണ്ട എല്ലാതും ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായിട്ട് അതിൽ എണ്ണ ഒഴിക്കണം കേട്ടോ. അപ്പോൾ അടിയിൽ ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കണം. മുക്കി പൊരിക്കണമൊന്നുമില്ല, ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിക്കുക അടിയിൽ. എന്നിട്ട് ഒന്ന് എണ്ണ ചൂടായതിന് ശേഷം 4 എണ്ണം വെച്ച് കൊടുക്കുക കേട്ടോ. 4 എണ്ണം വീതം വയ്ക്കാൻ പറ്റും അതിൽ. എണ്ണ ചൂടായതിൻ്റെ അപ്പോൾ ഓരോന്ന് വെച്ച് കൊടുക്കണം കണ്ട. അപ്പോൾ 4 എണ്ണം കറക്റ്റ് അതിൽ ഒരെണ്ണ പാത്രത്തിൽ. അപ്പോൾ മറക്കാനെടുക്കാനോ ഒന്നും കുഴപ്പമുണ്ടാവില്ല. പൊട്ടാതെ നമുക്ക് ഫ്രൈ ചെയ്ത് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. അപ്പം ഇനി അടിഭാഗം ഒരു ഇതായതിൻ്റെ നമുക്കൊന്ന് മറച്ച് കൊടുക്കുക കണ്ട. അധികം അങ്ങനെ കരിയും വേണ്ട. ഒരു സാധാരണ മീഡിയത്തിലിട്ട് വേവിക്കുക കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ളതല്ലേ, അപ്പോൾ ഒന്ന് എന്ത് കിട്ടണ്ടേ. അപ്പോൾ ഒന്ന് വല്ലാണ്ട് ഫ്ലെയിം കുറച്ചിടും വേണ്ട. അപ്പോൾ മോൾ ഭാഗം നല്ല ഫ്രൈ ആയിട്ട് കിട്ടും, ഉൾഭാഗം നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. കഴിക്കാൻ നല്ല രസമാണ്. അധികം എരിവ് ഒന്നുമില്ലല്ലോ, അത് കാരണം പച്ചമുളകൊന്നും ചേർക്കാത്ത തന്നെ കുട്ടികൾ കഴിക്കാനൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതല്ല അതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. കണ്ട നല്ല ഭംഗിയിൽ കാണാൻ.
കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.